വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചേലക്കര വെങ്ങാനല്ലൂരിൽ പുതിയ ക്വാറി അനുമതിക്കായി ഗ്രാമപഞ്ചായത്തിൽ നോട്ടീസ് എത്തിച്ചതിൽ അടിമുടി കള്ളക്കളി എന്ന ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി. നോട്ടീസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരസ്യപ്പെടുത്തിയതിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കോ ഉദ്യോഗസ്ഥർക്കോ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തീയതിയടക്കം വെട്ടിത്തിരുത്തി ഗ്രാമപഞ്ചായത്തിനെയും പൊതുജനങ്ങളെയും കബളിപ്പിക്കുന്ന നടപടിയാണ് സംഭവത്തിൽ നടന്നത് എന്നും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും മുൻപ് അപകടമുണ്ടായ സ്ഥലമാണ് ഇതിനായി ക്വാറി മാഫിയ തെരഞ്ഞെടുത്തത് എന്നും വിനോദ് പന്തലാടി പറഞ്ഞു. ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഭരണസമിതിക്കല്ല, പ്രസിഡന്റിനോ പഞ്ചായത്ത് മെമ്പർമാർക്കോ അല്ല ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് സെക്രട്ടറിയുടെ പേരിലാണ്. പഞ്ചായത്ത് എക്സിക്യൂട്ടീവിൻ്റെ ചീഫ് എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ പേരിലാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. സെക്രട്ടറി അന്ന് ലീവിലായിരുന്നു. ചാർജിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം അനവധി തിരക്കുകളിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആ നോട്ടീസിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുൻ ഡേറ്റ് ഇട്ട് ചെയ്യാമായിരുന്നു. അദ്ദേഹം അന്നത്തെ ഡേറ്റ് ഇട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ആ ഡേറ്റ് ആ തിരക്കിൻ്റെ ഇടയിൽ ഇതിൽ വെട്ടിത്തിരുത്തലുള്ളത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് 9-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് ഇട്ട് അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇതിലൊരു തകരാറില്ല എന്ന് തന്നെ പറയാം. അല്ല, പഞ്ചായത്തിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും കബളിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോറികളും ഇനി വരാൻ പോകുന്ന 21, ഇത് 22ാമത്തെ കോറിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. 22, 23, 24 ആയിരിക്കും. കാരണം ഇത് 3 കോറികളുടെ പേരിലുള്ള അപേക്ഷയാണത്. അപ്പോൾ അതിനി എത്ര എണ്ണം വരാൻ കിടക്കുന്നു ആ മേഖലയിലേക്ക് എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ ഇത് കോറികളുടെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ പലതും പരിശോധിച്ചതിൽ അതിൽ പലതും വ്യാജമായിട്ടുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഇവരിതിൻ്റെ അനുവാദങ്ങൾ മുഴുവൻ മേടിച്ചെടുത്തിരിക്കുന്നത്. നമ്മളതിന് വേണ്ടി നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒറിജിനൽ രേഖകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മൾ കോടതിയെ സമർപ്പിക്കുന്നുണ്ട്. കോടതിയുടെ മുമ്പിൽ നമ്മളത് കാണിക്കും. നമ്മൾ ആ രേഖകൾ കോടതിയുടെ മുമ്പിൽ നമ്മൾ ബോധ്യപ്പെടുത്തും. ഇതെല്ലാം വ്യാജരേഖകളെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് എന്നുള്ള കാര്യം നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തും. സർക്കാർ സംവിധാനങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ചേലക്കരയിലെ പല ക്വാറികളും വ്യാജരേഖകൾ ഉണ്ടാക്കിയത് എന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വിനോദ് പന്തലാടി കൂട്ടിച്ചേർത്തു. ഇതിൽ പക്ഷേ ഇത് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് മൂന്ന് പേരുകളാണ്. ഒന്ന് ഒരു അശ്വിൻ KJ ട്രൂസ്റ്റോൺ ബ്ലാക്ക് റോക്ക് LLP. അടുത്തത് സുനിൽ ജോയ് ട്രൂസ്റ്റോൺ സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ്സ് LLP. അടുത്തത് അജീഷ് EA മാഗ്ന റോക്സ്. ഇവർ 3 പേരും ഒരേ സർവേ നമ്പറിലാണ് ഈ മാഗസിന് വേണ്ടി ഉള്ള അപേക്ഷ വെച്ചേക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു വാർത്ത ഞങ്ങൾ കണ്ടു. ഇതിൽ പറയുന്ന സർവേ നമ്പറിൽ നോട് ചേർന്ന് ഒരു LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള നിരവധി കുട്ടികൾ പഠിക്കുന്ന 400ഓളം 300ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു LP സ്കൂളുണ്ട്. 2 ആരാധനാലയങ്ങളുണ്ട്. അടുത്ത് വീടുകളുണ്ട്. എന്ന് മാത്രമല്ല ഇതിനോട് ചേർന്ന് 88ഓളം എന്നാണ് ഞങ്ങൾ 88 പേര് താമസിക്കുന്ന ഒരു വൃദ്ധസദനം ഇതിനോട് ചേർന്നിട്ടാണ്. എന്ന് മാത്രമല്ല ഈ സർവേ നമ്പറിൽ ഇതിനു മുമ്പ് എക്സ്പ്ലോസീവ് സംബന്ധമായ പരിപാടികൾ നടന്ന് അവിടെ ഒരു പൊട്ടിത്തെറി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം അവിടെ ഈ പടക്ക നിർമ്മാണം അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ അതിനുശേഷം അത് നിർത്തിവെച്ചിട്ടുള്ളതാണ്. അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ അവരെല്ലാവരും രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ അന്ന് സ്കൂൾ അവധി അങ്ങനെ എന്തോ ആയിരുന്നു. അതിൻ്റെ പേരിലാണ് അന്ന് അവിടേക്ക് അപകടങ്ങൾ ഇല്ലാതിരുന്നത്. ആ മേഖലയിൽ അതേ സർവേ നമ്പർ എന്നാണ് ഞങ്ങളുടെ ധാരണ. അതേ സർവേ നമ്പറിൽ ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ കോറി മാഗസിൻ്റെ നിരാക്ഷേപ പത്രത്തിന് വേണ്ടി തികച്ചും കള്ളക്കളിയിലൂടെ ഒരു നോട്ടീസ് അവർ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അവസാന നിമിഷം അവർ കൊണ്ടുവന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേരിലാണ്. അതും 3 പേരുകളിൽ 3 കമ്പനിയുടെ പേരുകളിൽ അതിൽ ഇഷ്യൂ ചെയ്ത ഡേറ്റ് തിരുത്തിയിട്ടുണ്ട്. 3 നോട്ടീസുകളും ഇഷ്യൂ ചെയ്ത ഡേറ്റ് തിരുത്തിയിട്ടുണ്ട്. ഗുരുതരമായൊരു കുറ്റകൃത്യമാണത്. കാരണം ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ആണ് ഈ നോട്ടീസ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിൽ സൈൻ ചെയ്തേക്കുന്നത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റാണ് ഈ 3 നോട്ടീസുകളിലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ആണ് 3
മൂന്നും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്തേക്കുന്ന നോട്ടീസാണ്. അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു നടപടി, കോടതി പുറത്തിറക്കിയ ഒരു ഉത്തരവ് അതിൽ വെട്ടിത്തിരുത്ത് പറ്റിയേക്കാണ് ഡേറ്റ്. അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.